ഇതെൻ്റെ കുഞ്ഞു പൂജാ റൂമാണ്. എനിക്ക് പൂജാ റൂമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഷോക്കേസിനകത്താണ് പൂജാ റൂം വെച്ചിരിക്കുന്നത്. ഇതൊരു വിളക്ക്. ഇവിടെയാണ് മെയിൻ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ശിവലിംഗവും ഗണപതിയും സരസ്വതിയും ശിവനും പാർവതിയും കുടുംബമുണ്ട്. കൺദൃഷ്ടി ഗണപതിയുണ്ട്, സായിബാബ ഉണ്ട്, ആറ്റുകാലമ്മ ഉണ്ട്. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വഴിയിലുള്ള കുടുംബദേവതയാണ് ത്രിപുര സുന്ദരി. അവരെ ഫോട്ടോ ആയിട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉത്സവത്തിൻ്റെ നോട്ടീസിൽ നിന്ന് എടുത്ത് വച്ചിരിക്കുക. അവരും വിളിച്ചാൽ എനിക്ക് വിളിയേക്കും. അങ്ങനെ ഒരു ദേവിയാണ്. പിന്നെ ഇത് ഗുരുവായൂരപ്പമുണ്ട്, തിരുപ്പതി സ്വാമി. തിരുപ്പതിയും ലക്ഷ്മിയും വെച്ചിട്ട് ലക്ഷ്മിക്ക് ഇവിടെ ലക്ഷ്മി വിളക്ക് കത്തിക്കുന്നുണ്ട്. ലക്ഷ്മി വിളക്കുണ്ട്. അവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താമര. പിന്നെ മഹാവിഷ്ണു ഉണ്ട്. ഇവിടെയും കാമധേനുവൊക്കെ ഉണ്ട്. ഇവിടെ കുഞ്ഞു പശു, കുഞ്ഞു കന്നുകുട്ടി പാല് കുടിക്കുന്നത് കാണുന്നത് ഐശ്വര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണാടി ഇവിടെ ഉണ്ട്. കണ്ണാടി തൊഴാനായിട്ട് കണ്ണാടിക്ക് ഞാൻ അത് അഭിഷേകം മീൻസ് പുഷ്പാഭിഷേകമൊക്കെ ചെയ്യാറുണ്ട്. കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ കാണാം. അത് കണ്ണാടിയിൽ എന്താണോ ഉള്ളത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നല്ലേ, അത് നല്ലതല്ലേ. അങ്ങനെ വെച്ചിട്ടുണ്ട് തോഴും കണ്ണാടിയും. പിന്നെ ഇവിടെ മുരുകന് സെപ്പറേറ്റ് ഒരു വിളക്ക് കത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും ഞാൻ ഇത് വയ്ക്കും, കലശം വയ്ക്കാറുണ്ട്. കലശം എപ്പോഴും എൻ്റെ പൂജാ റൂമിനകത്തുണ്ടാവും, മാറി മാറി. ഇത് മാവില മാറ്റും, എപ്പോഴും മാറ്റാതെ കലശം വയ്ക്കാറുണ്ട്. പിന്നെ വരാഹിയമ്മ, ഇവരെക്കുറിച്ച് പറയണം. വരാഹിയമ്മയാണ് ഇപ്പം ഇത് വരാഹിയമ്മയ്ക്ക് അമ്മയുടെ നവരാത്രിയും കൂടിയാണ്, ആഷാഢ നവരാത്രി. അതുകൊണ്ട് രാത്രി മൊത്തം ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കാറുണ്ട്. അമ്മയ്ക്കിതാ പിച്ചിപ്പൂട്ട് അഭിഷേകമൊക്കെ ചെയ്തു. ഇവിടെ മൂകാംബിക ദേവിയൊക്കെ ഉണ്ട്. ഇവിടെ എൻ്റെ കൃഷ്ണനുണ്ട്. എൻ്റെ കുഞ്ഞു വാവക്കുട്ടി കൃഷ്ണൻകുട്ടിയെ വെച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ. പിന്നെ ഇവിടെ ഇതാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. ഇത് സരസ്വതി അമ്മയാണ്. കുഞ്ഞു വിഗ്രഹം ഇതായിരിക്കില്ലേ. ഈ വിഗ്രഹം എൻ്റെ അമ്മയ്ക്ക് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ തിരുവിളക്ക് പൂജയ്ക്ക് എല്ലാവരെയും പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് കിട്ടിയതാണ്. അവർക്ക് സരസ്വതി അമ്മയ്ക്ക് സെപ്പറേറ്റ് ഒരു വിളക്ക് കത്തിക്കുന്നുണ്ട്. സരസ്വതി അമ്മ ഒരു കലത്തിനകത്താണ് ഇരിക്കുന്നത്. ആ കലത്തിനകത്ത് ഇതുണ്ട്, എന്താണ്, ഉലുവയും ഉലുവ ഒന്ന് മഞ്ഞ സാധനം നമ്മൾ വ്യാഴാഴ്ച ഗുരുവിൻ്റെ അന്ന് വയ്ക്കുമല്ലോ. അപ്പം സരസ്വതി അമ്മയും പഠിത്തത്തിന് തന്നെയല്ലോ. അതിനകത്ത് ഏലക്കയുണ്ട്. ഏലക്കയും ഉലുവരിയും പുറത്താണ് സരസ്വതി അമ്മ ഇരിക്കുന്നത്. പിന്നെ ഈ വിളക്ക് വെച്ചിരിക്കുന്ന ഇത് വെള്ളമാണ്. ഇതിൻ്റെ മുകളിൽ ഏലക്കയുണ്ട്. ഏലക്ക അതിൻ്റെ മുകളിലാണ് വിളക്ക് വെച്ചിരിക്കുന്നത്. അത് ഈ പൊങ്ങിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് ഉപ്പാണ്. ഉപ്പ് വെച്ചിട്ടുണ്ട്. ഉപ്പ് ലക്ഷ്മി ദേവിയാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതും ഉപ്പാണ്. ഉപ്പിൻ്റെ പുറത്താണ് മുരുകനും വിളക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനിത് എല്ലാവർക്കും കാണിക്കാൻ എനിക്കുള്ള സൗകര്യത്തിൽ ഇതൊക്കെ. മുകളിൽ ഇത് ശ്രീരാമൻ്റെ കോവിൽ നമുക്ക് അക്ഷതയൊക്കെ വന്നില്ല, അപ്പോഴുള്ളതാണ്. ഈ ഗോപുരം വന്ന് നമ്മുടെ ആറ്റുകാലമ്മയുടെ ഗോപുരമാണ്. ആറ്റുകാലമ്മയുടെ ഉത്സവത്തിൻ്റെ ഇതിൽ കിട്ടിയ ഗോപുരമാണ്. പിന്നെ ഗോപുരം കണ്ട് തൊഴുതാൽ നമുക്ക് എത്രയോ ദൈവങ്ങളെ തൊഴണതിന് തുല്യമല്ല. അതുകൊണ്ടാണ് ഗോപുരം കണ്ട് തൊഴാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. 2 ഗോപുരം കാണാമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ മുരുകൻ ഇരിപ്പുണ്ട്. മുരുകനും വിളിച്ചാൽ വിളിയേക്ക് എന്ത് വേണമെങ്കിലും പറയാം മുരുകൻ്റെ അടുത്ത്. ഇതാ എൻ്റെ കുഞ്ഞു വാവകൃഷ്ണൻ ഇരിപ്പുണ്ട്. ഇതാ കുഞ്ഞു കുട്ടി, എൻ്റെ മക്കൾ, എൻ്റെ പൊന്നു മോനാണിത്. അങ്ങനെ ബുദ്ധമുണ്ട്, സായിബാബ ഉണ്ട്, കുബേരമുണ്ട്. ഇവിടെ ഇതാ ഒരു ആനക്കുട്ടിയുണ്ട്, ശിവലിംഗമുണ്ട്. ഇത് ശിവലിംഗം കാശിയിൽ നിന്ന് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് പിന്നെ ഇത് നമ്മുടെ ഇത് മമ്മിയുടെ ഇതാണ്, ക്രിസ്റ്റലിൻ്റെ ശിവലിംഗം. അതൊക്കെ ഇനി ഇതിനകത്ത് വയ്ക്കണം. ചെറിയൊരു കലത്തിനകത്തോ മറ്റോ വെച്ച് അഭിഷേകം ചെയ്യും. ഇത് ശിവനെ അഭിഷേകം ചെയ്ത് വെള്ളത്തിനകത്താണ് ശിവൻ ഇരിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ കുറച്ച് അഭിഷേകം ചെയ്തിട്ടാണ് ശിവന് പോണത്. പിന്നെ
ശാളഗ്രാമം കല്ലാണിത്. ഇതും ശാളഗ്രാമമാണ്. ഇതിനകത്ത് ഏലക്ക ഇതൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ ഇത് ജാതിപ്പൂവാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഇത് ജാതിപ്പൂ. ഇത് കർക്കണ്ട് നിവേദ്യം വെച്ചിട്ടുണ്ട്. എനിക്ക് കഴിയണത് വയ്ക്കും. ചിലപ്പം പായസം ഉണ്ടാക്കി വയ്ക്കും, ചില ദിവസം ഇച്ചിരി പായസമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ സ്വാമിൻ്റെ ദൈവങ്ങളെയൊക്കെ കാണിച്ചതാണ്. എൻ്റെ ഈ വരാഹി അമ്മ വന്ന് എന്ത് ചോദിച്ചാലും തരും. എനിക്ക് എപ്പോഴോ ഞാൻ വാങ്ങിയത് അവിടെ ഇട്ടിരുന്നതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ എവിടെയോ പറഞ്ഞു കേട്ട് വരാഹി അമ്മയെ ഒട്ടിച്ച് വിളക്ക് കത്തിക്കുക ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് അതൊരു ഇതായി. എനിക്കെന്തോന്ന് പറയാമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് തരണേ. അതായത് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ദേവി എനിക്ക് നടത്തി തരണുണ്ട്. ദേവി എന്നെ ഇപ്പോൾ ആഷാഢ നവരാത്രിയല്ലേ, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അങ്ങനെ ഓക്കെ.